ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹം കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവകൃപയാൽ 300-ാമത്തെ എപ്പിസോഡ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നതനുസരിച്ച് മുമ്പോട്ടും എപ്പിസോഡുകൾ ഇട്ടുകൊണ്ടിരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നത് ദൈവീക സാന്നിധ്യത്തിൻ്റെ ശക്തി. ദൈവീക സാന്നിധ്യത്തിൻ്റെ ശക്തി. എൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ പോരും. പുറപ്പാട് പുസ്തകം 33:14 ഇങ്ങനെ പറയുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്യാൻ ഒരുങ്ങിയ അവസരത്തിൽ അവിടെ വെച്ച് യഹോവ മോശ മുഖാന്തരം പറഞ്ഞ വേദഭാഗമാണ് നാം ഇപ്പോൾ കണ്ടത്. ദൈവ സാന്നിധ്യം ആരോടൊപ്പമുണ്ടോ അവർക്ക് സ്വസ്ഥതയുണ്ടാവും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമുക്ക് സന്തോഷം തരും. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി എൻ്റെ സന്തോഷമാകുന്നുവെന്ന്. അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങിപ്പോകുകയില്ല, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു എന്ന് ദാവീദ് പറയുന്ന ഭാഗം നമുക്ക് അറിയാം. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഉണ്ടാകും. അതായത് അവൻ്റെ സാന്നിധ്യം നമുക്ക് സംരക്ഷണം തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവം മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വേർതിരിഞ്ഞ് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കും. ദാവീദ് യഹോവയിൽ വിശ്വസിച്ച് പാടിയതാണ് ഈ സങ്കീർത്തനം. അവനെ ദൈവം അനുഗ്രഹിച്ചതായും നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് കുലുക്കമുണ്ടാകും എന്ന് പറയുന്നു. അതായത് ദാവീദ് രാജാവ് അനുഭവിച്ചറിഞ്ഞതാണിത്, അവൻ പാടിയതാണിത്. ഈ സീനായി ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. അവൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നാം അവനെ ആരാധിക്കണം, അവനെ അറിയണം. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പരിശോധനയാണ് നമുക്ക് ഇനിയും വേണ്ടത്. എൻ്റെ ദൈവമേ, നീ എല്ലായിടത്തുമുണ്ട്, ഞാൻ എവിടെ പോയാലും നിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലങ്കൈ എന്നെ പിടിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹപ്രദമായിരിക്കും. അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് രക്ഷ ഉണ്ടാകും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠമായ ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. ആരാണ് എഴുതിയതെന്ന് നമുക്ക് ആർക്കും അറിയില്ല എങ്കിൽ തന്നെയും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ രക്ഷയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. അതിൽ നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആശ്വാസമുണ്ടാകുമെന്ന് നമുക്ക് വേദപാരായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലൂടെ മാത്രമായിരിക്കണം. അതായത് നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാൽ അവൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകും. അവൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസത്തിൻ്റെ ഒരു തൂണായി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കിവിടെ മനസ്സിലാക്കാവുന്നത് ദൈവീക സാന്നിധ്യം നമുക്ക് സന്തോഷം തരും. ദൈവീക സാന്നിധ്യം നമുക്ക് സംരക്ഷണം തരും. ദൈവീക സാന്നിധ്യമുള്ളിടത്ത് അവൻ്റെ കുലുക്കമുണ്ടാകും. ദൈവീക സാന്നിധ്യമുള്ളിടത്ത് പരിശോധിച്ച് അത് അറിയണമെന്നുണ്ടെങ്കിൽ അവനെ നാം തിരിച്ചറിയണം. അതായത് ദൈവീക സാന്നിധ്യത്തെക്കുറിച്ച് പരിശോധിച്ചറിയണമെങ്കിൽ നാം നമ്മുടെ രക്ഷിതാവിനെ തിരിച്ചറിയണം. ദൈവീക സാന്നിധ്യം നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഓരോ രക്ഷണ്യ അനുഭവങ്ങളെയും തിരിച്ചറിയണം. ദൈവിക സാന്നിധ്യത്തിൻ്റെ ആശ്വാസം തിരിച്ചറിയണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം. അതായത് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മാമോദീസയിലൂടെ സ്വീകരിച്ചതായ ആ ആദ്യത്തെ കിരീടം, മൂറോൻ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിച്ചതായ ആ ക്രിസ്ത്യാനിത്വം, ആദ്യ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിച്ചതായ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഇതൊക്കെയും വെച്ചുകൊണ്ട് നാം മുമ്പോട്ട് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ നാം യാത്ര ചെയ്യണം. അതിൻ പ്രകാരം നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായിട്ട് നാം ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു സുചിന്തകരായിട്ടിരിക്കുകയും മറ്റുള്ളവരെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല, എനിക്ക് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ എപ്പോഴും അവർക്ക് എപ്പോഴും നന്മ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് മാത്രം ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകും എന്നത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.